ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. അതിരാവിലെ ആനീഷും ഷാനവാസും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടാവാൻ കാരണമായിരുന്നു ആര്യന്റെ അധികാര കൈമാറ്റം. അനീഷ് പറയുന്നത് ആര്യൻ ക്യാപ്റ്റനായി ആര്യന്റെ പുതിയ ടീമാണ് അധികാരത്തിൽ വരേണ്ടതെന്നുള്ളതാണ്. പക്ഷെ ഷാനവാസ് പറയുന്നത് ഷാനവാസിന്റെ പഴയ ടീം തന്നെ ഇന്നൊരു ദിവസം കൂടി ചെയ്യണം. ബിഗ് ബോസ് ഒരു അറിയിപ്പ് നൽകുന്നത് വരെ അവര് അധികാരം കൈമാറിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഷാനവാസ് പറയാൻ ശ്രമിച്ചത്. ഇത് പറഞ്ഞ് രാവിലെ ഒരു വമ്പൻ തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്നൊരു പോയിന്റ് ആണ് ഷാനവാസ് പറഞ്ഞത്. അത് കറക്റ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് ഇപ്പോഴാണ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തിയത്. എന്നിട്ട് ആര്യനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയവും സാവകാശവും ഒക്കെ ഇല്ലേ ആര്യൻ? ഇപ്പൊ ടീമുകളെ തെരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആര്യനെ കൊണ്ട് ടീമുകളെ തെരഞ്ഞെടുപ്പിക്കുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അപ്പാനിശ്വരത്തെ ടീം എല്ലാവരും കൂടി ഇരുന്നൊരു ഗ്രൂപ്പ് ചർച്ച നടത്തിയായിരുന്നു. അതില് ആര്യനോട് പറയുന്നുണ്ട് എന്നെ ഈ ടീമിലേക്ക് ഇടണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സജഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആര്യനെ. ആ ഒരു ആവേശത്തിലാണ് ആര്യൻ എല്ലാവരെയും ടീം ഉണ്ടാക്കി ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അങ്ങനെ ഒരു അധികാരം ഓൾറെഡി തുടങ്ങിയത്. അപ്പൊ ബിഗ് ബോസ് ഇത് പൊട്ടിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. ആര്യനെ വിളിച്ചു നിർത്തി അങ്ങ് അപമാനിക്കുവാണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. ആപ്പിള് കൊടുത്തിട്ടാണ് ഷാനവാസ് ആര്യന് അധികാര കൈമാറ്റം നടത്തിയത്. കഴിഞ്ഞ ആഴ്ച അനീഷ് ഷാനവാസിന് ചീപ്പ് കൊടുത്തിട്ടായിരുന്നു അധികാര കൈമാറ്റം നടത്തിയത്. അതിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. പക്ഷെ ഷാനവാസ് ഒരു ആപ്പിൾ എടുത്ത് എവിടുന്നോ ഒപ്പിച്ചെടുത്ത് ആര്യന് കൊടുത്തു. വളരെ നല്ല കാര്യം. ഇപ്പോഴാണ് ഇത് ലൈവില് നടന്നത്. എന്തായാലും ആര്യൻ എല്ലാ ടീമുകളെ എല്ലാരെയും സെലക്ട് ചെയ്തു. 6 പേരെയാണ് ആര്യൻ കിച്ചണിലേക്ക് ഇട്ടിരിക്കുന്നത്. മനഃപൂർവ്വം സ്ഫോടനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയും പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ വേണ്ടിയും ഒക്കെ വേണ്ടിയാണ് 6 പേരെ കിച്ചണിലേക്ക് ഇട്ടത്. അപ്പാനി ശരത്ത്, അനുമോൾ, 6 പേര്, ആദില നൂറ, ഇവരെല്ലാവരുമാണ് കിച്ചണിൽ ഉള്ളത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.